Hello students, welcome to XandY Learning. ഈ വർഷത്തെ നീറ്റ് എക്സാം മെയ് 7th കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് എഴുതിയ പലരോടും നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാകും, കുറച്ച് ആളുകൾക്ക് ഈസി ആയിരുന്നു, പക്ഷേ ഒരുപാട് ആളുകൾക്ക് അതൊരു ലെങ്തി പേപ്പറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഫിസിക്സിലൊക്കെ പല ക്വസ്റ്റ്യൻസും ഒരുപാട് സമയം ചിലവഴിച്ചിട്ട് അവർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, XandY Learning 8th 9th 10th പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നീറ്റ് JEE എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മളിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ഇതിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ളതൊക്കെ പല പാരൻസും കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് പല ആളുകളും ആഗ്രഹിക്കുന്നത്. ഒരു കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യുന്നു, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടിന് പകരം എന്താണ് ഒരു ലോങ് ടേം വിഷൻ, ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഒരു ലോങ് ടേം വിഷൻ എന്താണെന്നുള്ളതിൻ്റെ എക്സാക്ട് പ്രൂഫാണ് ഈ ഒരു നീറ്റ് എക്സാം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മനസ്സിലായത്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളോട് അത് ഷെയർ ചെയ്യാൻ കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ XandY Learningൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലെ കണ്ടന്റും ഞങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കി, കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ കണ്ട കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ XandY Learning ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൾറെഡി ഇത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്നാൽ അത് ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. ഫിസിക്സിലെ നീറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ മുഴുവൻ നോക്കി. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലതാണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നാൽ പോലും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾക്ക് നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെ ആയിരുന്നു. പക്ഷേ അതിൽ ഈവൻ റിപ്പീറ്റ് ചെയ്തിട്ട് പോലും പല കുട്ടികളും സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഫിസിക്സിലെ ഒരുപാട് മാത്തമാറ്റിക്സ് ആവശ്യമുള്ള ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് സാമ്പിളാണ്, കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ വന്ന നീറ്റിൻ്റെ ഒരു എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്. മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലർ ചെയ്ത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം ക്വസ്റ്റ്യൻ, സിമിലർ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എവിടെ കാണാം? XandY Learningൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ 9th സ്റ്റാൻഡേർഡിൻ്റെ മെറ്റീരിയലിൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സോൾവ്ഡ് എക്സാമ്പിൾസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ കാണാം. എ ബോൾ കവേഴ്സ് ഹാഫ് ജേർണി അറ്റ് എ സ്പീഡ് ഓഫ് A m/s ആൻഡ് നെക്സ്റ്റ് ഹാഫ് അറ്റ് B m/s. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദി ജേർണി എന്നുള്ളത് എവിടെ 9th സ്റ്റാൻഡേർഡിൽ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നീറ്റ് 2023 വന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ആകെ വാല്യൂസ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ V സ്പീഡും സെക്കൻഡ് ഹാഫിൽ 2V സ്പീഡിലുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ട്രാവൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ കാണിച്ചു തരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം എനിക്ക് ഉറപ്പാണ് XandY Learningൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ 9th കംപ്ലീറ്റ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അവർക്ക് സോൾവ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോയിൽ കമൻറ്റിൽ വന്ന് പറയണം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. റെസിസ്റ്റൻസ് ഓഫ് എ പ്ലാറ്റിനം വയർ അറ്റ് 0 degree Celsius, അതുപോലെ തന്നെ 80 degree Celsius റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ചോദ്യം. അപ്പോൾ ഇത് എത്ര ആളുകൾ നീറ്റിന് ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എവിടെ കാണാം? നമ്മുടെ ആപ്പിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ സിമിലർ ചോദ്യം കാണാൻ പറ്റും. എങ്ങനെയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്, അതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് എന്താണ്, ഇതൊക്കെ അപ്പോൾ വളരെ റീസെൻ്റ്ലി കഴിഞ്ഞ വീക്കിലാണ് ഞാൻ തന്നെ നമ്മുടെ 10th ഫൗണ്ടേഷൻ കോഴ്സിലെ കുട്ടികൾക്ക് ലൈവ് ക്ലാസ്സിലൂടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എവിടെ കാണാം? നീറ്റിൻ്റെ എക്സാമിന് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഇതാണ്. 8th 9th 10th തന്നെ നമുക്ക് ഇതിലെ ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കാനും ചെയ്യാനും പറ്റും. പക്ഷെ അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനോ ക്ലാസ്സുകൾ എടുക്കാനോ ഒന്നും ആർക്കും ഇവിടെ എന്ത് ചെയ്യില്ല, സമയമില്ല. അതാണ് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഒരു പ്രസക്തി. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ, 2 thin lenses are of same focal length but one is convex and the other is concave. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ when they are placed in contact with each other, equivalent focal length എത്രയാണ്? രണ്ട് ലെൻസസ് കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാലുള്ള ഇക്വലൻറ്റ് ഫോക്കൽ ലെങ്ത് എത്രയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. പക്ഷേ ഇത് എവിടെ ചെയ്യുന്നുണ്ട്? XandY Learningൻ്റെ ലൈവ് ക്ലാസ്, വളരെ റീസെൻ്റ്ലി നടന്ന ലൈവ് ക്ലാസ്സിൽ സിമിലർ ആയിട്ടുള്ളൊരു ചോദ്യം ഞാൻ തന്നെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പം നേരത്തെ ഈ ചോദ്യമല്ല, എനി 2 types ഓഫ് ലെൻസസ് നമ്മൾ കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും, എഫക്റ്റീവ് പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നതൊക്കെ ഏതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മുടെ അഡീഷണൽ പ്രോബ്ലം സോൾവിങ് സെഷൻസിൻ്റെ പാർട്ടായിട്ട് ഫൗണ്ടേഷൻ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിമിലർലി, എ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ ഇസ് ഫയർഡ് ഓൺ എ റെക്ടാങ്കുലർ വുഡൻ ബ്ലോക്ക് വിത്ത് എ വെലോസിറ്റി u. When a bullet travels 24 cm through the block along its length horizontally, velocity of the bullet becomes u/3. Then it further penetrates into the block in the same direction and before coming to rest. അപ്പോൾ ഒരു സിമ്പിൾ ചോദ്യമാണ്. ഒരു ബ്ലോക്കിലേക്ക് ഒരു ബുള്ളറ്റ് എൻ്റർ ചെയ്തിട്ട് അത് ഡീസിലറേറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ആയി പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ, അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ XandY Learningൻ്റെ വർക്ക് ബുക്കിൽ നമ്മൾ ലെവൽ 1 ലെവൽ 2 ലെവൽ 3 എന്ന് പറഞ്ഞിട്ട് പല കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എവിടെ കാണാം സിമിലർ ചോദ്യം, അതേ ലോജിക് ഉപയോഗിക്കുന്ന അതേ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. ബുള്ളറ്റ് ഓഫ് മാസ് 10 gram traveling horizontally with a velocity of 160 meter per second strikes a stationary block and comes to rest in 0.02 seconds. Distance of penetration of the bullet into the block will be. അപ്പോൾ ഇതേ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതേ ലോജിക് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും നമ്മൾ സിമിലർ ലോജിക് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിരവധി എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ കൂടെ 10 resistors each of resistance R are connected in series to a battery of EMF E and negligible internal resistance. Then those are connected in parallel to the same battery. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ current is increased to n times, find the value of n. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, 10 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ കറണ്ട്, പാരലലി ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ കറണ്ട്, അവർ തമ്മിലുള്ള റേഷ്യോ ആണ് ബേസിക്കലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ സെയിം ലോജിക് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സിമിലർ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എവിടെ കാണാം. അഗൈൻ നമ്മുടെ 10th ഫൗണ്ടേഷൻ മെറ്റീരിയൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വർക്ക് ബുക്കിൽ നമുക്ക് കാണാം. 3 identical resistors connected in parallel and connected to a source dissipates a power of P. അവിടെ കറണ്ട് ആയിരുന്നു ക്വസ്റ്റ്യൻ, ഇവിടെ പവർ ആണ് ചോദിച്ചിട്ടുള്ളത്. പവർ ഡിസിപ്പേറ്റഡ് ഇൻ ഈച്ച് റെസിസ്റ്റർ വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പവർ എത്രയായിട്ട് മാറും, P/3 3P എന്നുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതാണ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഭാവിയിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതെങ്ങനെ സോൾവ് ചെയ്യാം. ഓൾറെഡി അവർക്ക് അറിയുന്ന 9th and 10th നോളജ് വെച്ചിട്ട് തന്നെ ഒരു സ്റ്റുഡൻറ്റിന് ആക്ച്വലി ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും വിത്ത് റൈറ്റ് ഗൈഡൻസ്. അതിനുവേണ്ട മാത്തമാറ്റിക്കൽ ടൂൾസും അതുപോലെ തന്നെ അതിനുവേണ്ട പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ കൃത്യമായിട്ടുള്ള എക്സ്പേർട്ടുകളുടെ ലൈവ് ക്ലാസ്സസിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് XandY ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. ഇതുപോലത്തെ എക്സാമ്പിൾസ് എന്താണ് കെമിസ്ട്രിയിലും ബയോളജിയിലും ഒക്കെ നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരും. സോ എനിക്ക് പറയാനുള്ളത് XandY ലേണിംഗിലെ ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻസ് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഞാൻ ഈ സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എന്നെ അറിയിക്കുക, കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ നീറ്റ് 2023 ക്വസ്റ്റ്യൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പോയി പഠിച്ച് ഇറങ്ങിയ കുട്ടികൾക്ക് പോലും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ പല ക്വസ്റ്റ്യൻസും നമ്മുടെ XandY ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് പഠിച്ച കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ വൺസ് അഗൈൻ പുതിയതായിട്ട് ഈ ഒരു ചാനലിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് XandY ലേണിംഗിൻ്റെ വീഡിയോസ് കാണുന്നവരോട് പറയാനുള്ളത്, നീറ്റ് JEE പോലെയുള്ള ഒളിമ്പ്യാഡ്സ് പോലെയുള്ള എക്സാംസിന് വേണ്ടി നമ്മൾ 8th മുതൽ തന്നെ സയൻസിലും മാത്തിലും വളരെ സ്ട്രോങ് ആയിട്ട് കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കൊടുക്കുന്ന ഞങ്ങളുടെ കോഴ്സാണ് XandYയുടെ ഫൗണ്ടേഷൻ കോഴ്സ്. അതിൽ തന്നെ അവർക്ക് വേണ്ട സ്കൂളിൻ്റെ കൂടെ തന്നെ സ്കൂളിലെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തുകൊണ്ടാണ് അതിന് അഡീഷണലായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്യാവുന്നതാണ്. ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ ടീച്ചേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ.